ഹായ് ഹലോ, നമുക്കിന്നൊരു സ്പെഷ്യൽ കുഞ്ഞിപ്പത്തിരി റെസിപ്പി ആയാലോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ആദ്യം കുറച്ച് വെള്ളം എടുത്തിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെക്കുക. പിന്നെ പത്തിരിപ്പൊടി, തേങ്ങ, ചിക്കൻ, വലിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിച്ചപ്പ്, പുതിന എല്ലാം എടുത്ത് സെറ്റാക്കി വെക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, വലിയ ജീരകം, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യത്തിന് എടുക്കുക. എന്നിട്ടൊരു മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് തേങ്ങയും ജീരകവും ചെറിയുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് എടുത്തു വെച്ച പത്തിരിപ്പൊടിയിലേക്ക് കുറച്ച് ഉപ്പും ഈ ക്രഷ് ചെയ്ത തേങ്ങയും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് തിളപ്പിച്ച് വെച്ച വെള്ളത്തിൽ നല്ലതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. കൈവച്ച് നല്ലപോലെ കുഴച്ച് നന്നാക്കി മാറ്റി വെക്കുക. എന്നിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് സവാള ഇടുക, അതും വഴറ്റുക. പിന്നെ പച്ചമുളക് ഇടുക. എന്നിട്ട് വീണ്ടും നല്ലപോലെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് പൊടികളായിട്ടുള്ള മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ് എല്ലാം കൂടി ഇട്ടിട്ട് വീണ്ടും വഴറ്റുക. ഇതൊക്കെ ഓരോരുത്തരുടെ എരിവിനും ടേസ്റ്റിനും പാകത്തിന് ഇട്ടിട്ട് നല്ലപോലെ വഴറ്റണം കേട്ടോ. ഒരു പച്ചമണം ഉണ്ടാവും അതിന്. ആ പച്ചമണം പോകുന്നത് വരെ വഴറ്റുക. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനില്ലേ, അത് 500 ചിക്കനാണ് കേട്ടോ. കഴുകി വൃത്തിയാക്കി വെച്ച ആ ചിക്കനും അതിലേക്ക് ഇട്ടിട്ട് അതും വഴറ്റുക. നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമ്മൾ ഒരു കപ്പ് വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കുക. പിന്നെ ഒരു ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം ഗ്യാസിലേക്ക് വെക്കുക. എന്നിട്ട് നമ്മൾ കുഴച്ച് വെച്ച പത്തിരിൻ്റെ ആ ഒരു മിക്സ് എടുത്തിട്ട് കയ്യിൽ നല്ലപോലെ എണ്ണ തൂക്കിയതിന് ശേഷം ചെറിയ ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു വിരൽ വെച്ച് പ്രസ് ചെയ്യുക. എന്നിട്ട് കുഞ്ഞി പത്തിരികൾ ഉണ്ടാക്കുക. എന്നിട്ട് അത് നമ്മൾ ആവി ചെമ്പിൽ വെച്ചിട്ട് ഒന്ന് 10 മിനിറ്റ് നല്ലതുപോലെ ആവി കയറ്റിയെടുക്കുക. ആവി കയറ്റി കഴിയുമ്പോൾ ഇത് നല്ലതുപോലെ നമ്മൾ തൊട്ട് നോക്കിയാൽ നമുക്കിങ്ങനെ മനസ്സിലാവും അത് വെന്തത്. ഒരു പശർമ ഒഴിവായി കിട്ടും. അതിൻ്റെ ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതി കേട്ടോ. ഇതേപോലെയുള്ള കുഞ്ഞു പത്തിരികളായിരിക്കണേ. എന്നിട്ട് ഇടയ്ക്ക് നമ്മൾ അപ്പുറമുള്ള ചിക്കൻ കറി ഒന്ന് ഇളക്കി നോക്കണം കേട്ടോ. അതിങ്ങനെ വറ്റി വരണം. ചിക്കനുള്ള വെള്ളവും കൂടി വന്ന് അത് നല്ലപോലെ ഒന്നിങ്ങനെ വറ്റി വരും. എന്നിട്ടൊന്ന് നോക്കുക, ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും എരിവൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും അടച്ച് വെച്ച് വേവിക്കുക. സിമ്മിൽ വെച്ച് വേവിച്ചാൽ മതി കേട്ടോ. കാരണം ഇപ്പുറത്തുനിന്ന് പത്തിരി വേവുന്നൊരു ടൈം വേണ്ടേ. എന്നിട്ട് പത്തിരി വെന്ത് കഴിയുമ്പോൾ ആ പത്തിരി എടുത്തിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ച ചിക്കൻ കറിയിലേക്ക് എടുത്തിടുക. അത് ഓരോന്നോരോന്നായിട്ട് ചൂട് തണിഞ്ഞതിന് ശേഷം ഇടണമെങ്കിൽ ഇടുക. ഇല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് അതിൽ നിന്ന് ഇങ്ങനെ കോരിയിട്ട് ഇതിലേക്ക് ഇടുക. പൊട്ടി പോകാതെ ശ്രദ്ധിക്കണേ. ആ പത്തിരി ഇങ്ങനെ ഒട്ടി കിടക്കായിരിക്കില്ലേ. എന്നിട്ട് ഈ ചിക്കൻ കറി ഒന്ന് മിക്സ് ചെയ്യുക. കുറച്ച് നേരം ഒന്നിങ്ങനെ കൈവച്ച് ഈ പത്തിരിയുടെ എല്ലാ ഭാഗവും ചിക്കൻ കറിയിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും പുതിനയും കുറച്ച് വെളിച്ചെണ്ണയും തൂക്കി കൊടുത്താൽ സംഭവം സെറ്റ്. ആ ഉണ്ടാക്കിയ കുഞ്ഞിപ്പത്തിരിയായിട്ട് ഞങ്ങൾ നേരെ കണയങ്കോട് പോയി. ആ പാലത്തിൻ്റെ അരിയിൽ പോയിരുന്ന് അവിടുന്ന് ആ പുഴേൻ്റെ ഭംഗിയും അവിടുത്തെ ഒരു പ്രത്യേക കാറ്റൊക്കെ കൊണ്ട് അവിടെ ഇരുന്ന് കഴിച്ചു. അടിപൊളി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം എരിവ് ഉണ്ടായിരുന്നു. കുറച്ചൊരു എരിവിൽ കഴിക്കണം കുരുമുളകിൻ്റെ. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ 3 പേരും വയറ് നിറയെ കഴിച്ചതിന് ശേഷം അവിടുന്ന് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം എന്നാണ്. അപ്പോൾ ഓക്കെ, ബൈ.